വളരെ കൗതുകകരമായൊരു വീഡിയോ കാണുകയുണ്ടായി. ഞാൻ ഒന്നുകൂടി നോക്കിയത് AI ആണോ അതോ റിയൽ ആണോ നോക്കിയതിന്റെ റിയലാ. കേരളത്തിലെ ഒരു കേന്ദ്രമന്ത്രി ആയിരുന്നയാൾ, വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾ, അദ്ദേഹം പറയുകയാണ് ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് 5 എന്നുള്ളത് ചിലർ അഭിമാനപൂർവ്വം പറയുന്നുണ്ട്. എന്താ അതിന് കാരണം? അതിന് കാരണം ഈ കുട്ടികൾ, അത് ചെറുപ്പക്കാരാണല്ലോ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നത്, അവരെല്ലാം വിദേശത്തേക്ക് പോവാണ്. ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്നു. അപ്പൊ ആ കോണ്ടെക്സ്റ്റ് നോക്കുമ്പോ സ്വാഭാവികമായിട്ട് ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് കുറയില്ലേ? 11 കോടിയാണ് ഒരു വർഷം OP. നമ്മുടെ നാട്ടിലെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിക്കാർ നാളെ പറയാൻ ഇടയുള്ളത് 3 കോടി കൂടുതലല്ലേ കേരളത്തിൽ ജനസംഖ്യയുള്ളൂ, പിന്നെ എങ്ങനെയാ 11 കോടി OP വന്നതെന്നായിരിക്കും അടുത്ത പ്രചാരവേല വരാൻ ഇടയുള്ളത്. ഈ 3 കോടി ജനങ്ങൾ ഒരു വർഷം പലതവണ OPയിൽ വരുന്നതാണ് ഈ 11 കോടി. ഞാൻ ഇത് പറയാൻ കാരണം ഇന്ന് വളരെ കൗതുകകരമായൊരു വീഡിയോ കാണുകയുണ്ടായി. ഞാൻ ഒന്നുകൂടി നോക്കിയത് AI ആണോ അതോ റിയൽ ആണോ നോക്കിയതിന്റെ റിയലാ. കേരളത്തിലെ ഒരു കേന്ദ്രമന്ത്രി ആയിരുന്നയാൾ, വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾ, അദ്ദേഹം പറയുകയാണ് ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് 5 എന്നുള്ളത് ചിലർ അഭിമാനപൂർവ്വം പറയുന്നുണ്ട്. എന്താ അതിന് കാരണം? അതിന് കാരണം ഈ കുട്ടികൾ, അത് ചെറുപ്പക്കാരാണല്ലോ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നത്, അവരെല്ലാം വിദേശത്തേക്ക് പോവാണ്. ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്നു. അപ്പൊ ആ കോണ്ടെക്സ്റ്റ് നോക്കുമ്പോ സ്വാഭാവികമായിട്ട് ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് കുറയില്ലേ? നമ്മളിങ്ങനെ അന്തം വിട്ടിരുന്നു. വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കേന്ദ്രമന്ത്രി ആയിരുന്ന, ടെക്നോളജിയൊക്കെ നന്നായി ഉപയോഗിക്കുന്ന ഒരു പ്രമുഖ ദേശീയ രാഷ്ട്രീയ നേതാവാണ് ഇത് പറയുന്നത്. 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോ അതിൽ മരണപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണമാണ് ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്നുള്ളത് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വരെ അറിയാം. അതാണ് ഈ 5ൽ നിൽക്കുന്നത്.